ഇന്ത്യൻ മദ്യവിപണിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം എന്ന വാക്ക് ഒഴിവാക്കാനാകില്ല. രാജ്യത്തെ മദ്യ വ്യവസായത്തിന്റെ നട്ടെല്ലായി കണക്കാക്കുന്ന ഈ പദം കോടിക്കണക്കിന് രൂപയുടെ വിറ്റുവരവുള്ള ഒരു വ്യവസായത്തിന്റെ ഔദ്യോഗിക മുഖമുദ്രയാണ്. എന്നാൽ ഈ വിചിത്രമായ വാക്ക് എങ്ങനെ രൂപപ്പെട്ടു, അതിന് പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധി ആരുടേതായിരുന്നു എന്ന ചരിത്രം അധികമാരും ചികഞ്ഞെടുത്തിട്ടില്ല. ഈ കഥ ഇന്ത്യയുടെ വ്യവസായ ചരിത്രത്തിലെ ഒരു നിർണായക വഴിത്തിരിവിന്റേതും ഒരൊറ്റ വ്യക്തിയുടെ മാർക്കറ്റിംഗ് തന്ത്രത്തിന്റേതുമാണ്. IMFL എന്ന വാക്കിന്റെ ചരിത്രം ചികയുമ്പോൾ സ്വാഭാവികമായ ഒരു പേര് കടന്നു വരും. മദ്യ വ്യവസായത്തിലെ അധികായകനും പിന്നീട് രാജ്യത്തെ ഞെട്ടിച്ച കടം കയറി വിദേശത്തേക്ക് പോയ വ്യക്തിയുമായ വിജയ് മല്യ. എന്നാൽ IMFL എന്ന ലേബലിന്റെ ഉപജ്ഞാതാവ് വിജയ് മല്യ അല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ പിതാവ് വിറ്റൽ മല്യ ആയിരുന്നു. ഇന്ത്യൻ മദ്യ വ്യവസായത്തിന്റെ ഗതി മാറ്റി എഴുതിയ ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിരുന്നു ആ ഒറ്റ വാക്ക്. വിജയ് മല്യയെ കുറിച്ച് പറയുമ്പോൾ അടുത്ത കാലത്തായി ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം പലപ്പോഴും പരാമർശിക്കാറുണ്ട്. 1998 അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള യുണൈറ്റഡ് ബ്രീവേഴ്സ് കമ്പനിയാണ് ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ശ്രീകോവിലും മറ്റ് സ്വർണം പാകാൻ ആവശ്യമായ 30.3 കിലോഗ്രാം സ്വർണം നൽകിയത്. വർഷങ്ങൾക്കിപ്പുറവും മല്യയുടെ അയ്യപ്പ ഭക്തിയെക്കുറിച്ചുള്ള ചർച്ചകൾ ഉയരുന്നത് വ്യവസായ ലോകത്തെ അദ്ദേഹത്തിന്റെ ശക്തമായ സാന്നിധ്യത്തെയും ആത്മീയ ബന്ധങ്ങളെയും സൂചിപ്പിക്കുന്നു. വിറ്റൽ മല്യയുടെ കഥ ആരംഭിക്കുന്നത് യുണൈറ്റഡ് ബ്രൂവറീസ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിൽ നിന്നാണ്. 1915 ബ്രിട്ടീഷുകാരാണ് ഈ കമ്പനി സ്ഥാപിച്ചത്. എന്നാൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന്റെ വക്കിൽ നിൽക്കെ 1947 ഈ സ്ഥാപനം തദ്ദേശീയമായ വിറ്റൽ മല്യയുടെ കൈകളിലെത്തി.